നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കനത്ത പോളിംഗ് 78.24%. അങ്ങനെ കേരളം ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ കേരളം വിധിയെഴുതി. 6 മണി കഴിഞ്ഞും പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര കണ്ടു. 40-ലേറെ മണ്ഡലങ്ങളിൽ 80%-ലേറെയാണ് പോളിംഗ്. രാവിലെ മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തെ പോളിംഗ് ബൂത്തുകളിൽ കനത്ത തിരക്കാണ് അനുഭവപ്പെട്ടത്. പൊള്ളുന്ന ചൂടിനെയും അവസാന മണിക്കൂറിൽ പെയ്ത മഴയെയും വകവയ്ക്കാതെ ജനം ബൂത്തിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ തെക്കൻ കേരളത്തിൽ കണ്ടത് കനത്ത പോളിംഗ്. ഉയർന്ന പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഓരോ മുന്നണികളുടെയും അവകാശവാദം. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ വോട്ടർമാർ ആഘോഷമാക്കി. തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ ഇത്തവണ കണ്ടത് അഭൂതപൂർവമായ തിരക്ക്. 8 മണി വരെയുള്ള കണക്ക് പ്രകാരം ജില്ലയിൽ രേഖപ്പെടുത്തിയത് 76.98% പോളിംഗ് ആണ്. നേമത്തും കാട്ടാക്കടയിലും 80%-ന് മുകളിൽ പോളിംഗ് കടന്നു. കഴക്കൂട്ടത്ത് രേഖപ്പെടുത്തിയത് 78%. LDF-നും UDF-നും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കില്ലെന്നും NDA നിർണായക ശക്തിയായി മാറുമെന്നുമായിരുന്നു രാജു ചന്ദ്രശേഖരന്റെ പ്രതികരണം. ഒരു ക്ലിയർ മാൻഡേറ്റ് CPM-നും കിട്ടില്ല, കോൺഗ്രസിനും കിട്ടില്ല എന്ന് 100% ആത്മവിശ്വാസമുണ്ട്. BJP ഇവിടെ ഒരു നിർണായകമായ ശക്തിയായി മാറും. കൊല്ലത്ത് രേഖപ്പെടുത്തിയത് 76.26% പോളിംഗ് ആണ്. ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ പലതിലും 75%-ന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയതും ശ്രദ്ധേയമായി. കരുനാഗപ്പള്ളി, കുണ്ടറ, കുന്നത്തൂർ, ചവറ മണ്ഡലങ്ങളിലാണ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. പുനലൂരിലാണ് ജില്ലയിലെ ഏറ്റവും കുറവ് പോളിംഗ്. അക്രമ രാഷ്ട്രീയത്തിനെതിരായുള്ള വിധിയെഴുത്താണ് ഇത്തവണ നടന്നതെന്ന് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ ജനരോഷം കേരളത്തിലെമ്പാടുമുണ്ട്. അത് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ദൃശ്യമാണ്. അക്രമ രാഷ്ട്രീയത്തിനെതിരായുള്ള വിധിയെഴുത്ത് ആകും ഈ തെരഞ്ഞെടുപ്പ്. ഇത്തവണ പോളിംഗ് ശതമാനം നേരിയ തോതിൽ ഉയർന്നെങ്കിലും തെക്കൻ കേരളത്തിൽ താരതമ്യേന കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ടയിലാണ് 70.55%. ഇത് ഉയരാനാണ് സാധ്യത. ആറന്മുളയിലും അടൂരിലും 71%-ന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ തിരുവല്ലയും റാന്നിയും കോന്നിയും 70%-ൽ താഴെയായിരുന്നു പോളിംഗ്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ LDF ജയിക്കുമെന്നായിരുന്നു വീണ ജോർജിന്റെ പ്രതികരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആറന്മുള നിയോജക മണ്ഡലത്തിൽ വളരെ മികച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയം ലഭിക്കും. 2021-നേക്കാൾ മികച്ച ഭൂരിപക്ഷം 2026-ൽ ഇടതുപക്ഷത്തിന് ലഭിക്കും. തെരഞ്ഞെടുപ്പിന് അവസാനം കോൺഗ്രസ് പ്രവർത്തകനെ DYFI-ക്കാർ മർദ്ദിച്ചുവെന്ന പരാതിയും കള്ളവോട്ട് ആരോപണവും ആറന്മുളയിൽ ഉയർന്നു. ഇതൊഴിച്ചു നിർത്തിയാൽ തെക്കൻ കേരളത്തിൽ ജനാധിപത്യത്തിന്റെ മഹോത്സവം സമാധാനപരമായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.